2020 പത്തനംതിട്ട ജില്ലയിൽ നടന്ന ദാരുണമായ ഒരു കസ്റ്റഡി മരണത്തിൻ്റെ ചുരുളുകൾ നിവർന്നു വരികയാണ്. ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്ന ജോയൽ MJ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ് 2020 അടൂർ പോലീസ് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അദ്ദേഹം ജനുവരി 1-ാം തീയതിയാണ് അയാളെ ക്രൂരമായി മർദ്ദിച്ചത്. അയാൾ മരിച്ചത് കുറച്ച് ദിവസം കഴിഞ്ഞാണ്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ ക്രൂരമായി മർദ്ദിച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാർക്കും ഈ ജില്ലയിലെ CPM നേതാക്കന്മാർക്കും എല്ലാവർക്കും, അദ്ദേഹത്തിൻ്റെ പിതാവ് ജോയിയും പിതാവിൻ്റെ സഹോദരി കുഞ്ഞമ്മയും നിരവധി പരാതികൾ കൊടുത്തിട്ട് അന്ന് സർക്കിളായിരുന്ന ബിജുവിനെയോ ആ കേസിൽ പ്രതിസ്ഥാനത്ത് വന്ന പോലീസുകാരെയോ നടപടിയെടുത്ത് പുറത്താക്കാനോ അത് അന്വേഷിക്കാനോ ആരും തയ്യാറായിട്ടില്ല. അപ്പോൾ ഇവരുടെ മാതാപിതാക്കൾ പറയുന്നത് ജോയലിനെ കൊന്നത് അടൂരിൽ ഒരു സ്ത്രീ കുറ്റവാളിയായി പിടിക്കപ്പെട്ട ഒരു തട്ടിപ്പ് കേസിൽ അവർക്കൊപ്പം കൊല്ലത്തേക്ക് യാത്ര ചെയ്ത ജോയലിൻ്റെ കയ്യിൽ ചില CPM നേതാക്കന്മാരുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു നിസ്സാര കേസിൽ, ഒരു വാഹന ഇടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ കേസിൽ ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായ മർദ്ദനം, വെച്ചാൽ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി അതിനിഷ്ഠൂരമായ മർദ്ദനം അതാണ് നടത്തിയത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ജോയലിനെയും പിതാവിനെയും സ്റ്റേഷനിൽ വിളിച്ച് അന്നത്തെ CA ആയിരുന്ന ബിജു പറഞ്ഞു, ക്ഷമിക്കണം, ഇതെന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. അപ്പോൾ ഇതിൽ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഒരു കസ്റ്റഡി മരണം. കസ്റ്റഡിയിലിരുന്ന് നിസ്സാരമായ ഒരു വാഹന തട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള നിസ്സാര കേസിൽ ഡിവൈഎഫ്ഐയുടെ ഒരു മേഖലാ സെക്രട്ടറി ആയിട്ടുള്ള ആളെ, പാർട്ടി അംഗമായിരുന്ന ഒരാളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി നിഷ്ഠൂരമായി. അന്ന് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരും പറഞ്ഞു, അവരെല്ലാം ഭയങ്കരമായി ഇതിൽ അത്ഭുതപ്പെട്ടു, എന്തുകൊണ്ടാണ് ഇത്രയൊരു അക്രമം അയാൾക്കെതിരെ നടത്തുന്നതെന്ന്. പിന്നീട് CI ബിജു പിതാവിനെയും ജോയലിനെയും വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു, ഇത് എനിക്ക് നിർബന്ധം കൊണ്ട് ചെയ്യേണ്ടി വന്നതാണ്, എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. ആ ബിജു ഇന്ന് എവിടെയാണ്? അയാളെ വിളിക്കണം, അയാളോട് അന്വേഷിക്കണം. ബിജു മാത്രമല്ല ഇതിൽ കുറ്റവാളിയെങ്കിൽ ആരെല്ലാം കുറ്റവാളികളാണ്, എന്തെല്ലാം രഹസ്യങ്ങളാണ് ജോയലിന് അറിയാമായിരുന്നത്. 2 പ്രശ്നം ഇതിലുണ്ട്. ഒന്ന്, കസ്റ്റഡി മരണം. 2, നമുക്കറിയാമല്ലോ, ഡിവൈഎഫ്ഐയുടെ ഒരു മേഖലാ സെക്രട്ടറിയെ ഇത്ര നിഷ്ഠൂരമായി കൊന്നിട്ട് അവരുടെ കുടുംബം, പാർട്ടി കുടുംബം ആ കേസ് അന്വേഷിക്കണമെന്ന് കഴിഞ്ഞ 9 വർഷക്കാലത്തിലേറെയായി സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ട്, അപേക്ഷ കൊടുത്തിട്ട്, കോടതിയിൽ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട്, ആരാണ് അത്തരമൊരു അന്വേഷണത്തിന് തടയുന്നത്? ആരാണിതിൽ കുറ്റവാളി? ജോയലിൻ്റെ പിതാവ് എന്നോട് നേരിട്ട് പറഞ്ഞത്, കഴിഞ്ഞ 1-ാം പിണറായി സർക്കാരിലെ ടൂറിസം മന്ത്രിയായിരുന്ന AC മൊയ്തീൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന ഒരാൾ ജോയൽ മരിക്കുന്ന അന്ന് വെളുപ്പിനെ ജോയലിൻ്റെ വീട്ടിൽ മതിൽ ചാടിക്കടന്ന് അതിക്രമിച്ച് കടന്ന് അയാളെ ക്രൂരമായി വീണ്ടും ഇടിച്ചു. ഇതും മാതാപിതാക്കൾ മൊഴിയായി കൊടുത്തതാണ്. പക്ഷേ ഈ മൊഴിയൊന്നും പോലീസ് കേൾക്കുന്നില്ല, പാർട്ടി നേതാക്കന്മാർ കേൾക്കുന്നില്ല, ആരും കേൾക്കുന്നില്ല. അപ്പോൾ ഇതിലൊരു വലിയ ദുരൂഹതയുണ്ട്. ഇപ്പോൾ കസ്റ്റഡി മരണങ്ങളുടെ തുടർക്കഥകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടെ, സമ്മതത്തോടെ, ശുപാർശയോടെ പാർട്ടി നേതൃത്വത്തിലെ ആർക്കൊക്കെയോ മറയ്ക്കാനുള്ള അഴിമതി, തട്ടിപ്പ് കഥകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഒരു പാർട്ടിയുടെ കേഡറായിട്ടുള്ള മേഖലാ സെക്രട്ടറി ആയിരുന്ന ഒരാളെ ക്രൂരമായി കൊന്നിരിക്കുന്നു. ഇതിൽ വിവരങ്ങൾ, ഇപ്പോൾ നമ്മൾ കേട്ട വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ പാർട്ടിയും പ്രതിയാണ്, പോലീസും പ്രതിയാണ്. ഇതിനെ സംബന്ധിച്ച് പുനരന്വേഷണം വേണം. അടിയന്തരമായി പുനരന്വേഷണത്തിന് ഉത്തരവിടണം. ഇതിലെ കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരണം. ആരെല്ലാമാണ് കുറ്റവാളികൾ എന്ന് അന്വേഷിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷേ അവരെ സ്വതന്ത്രമായി വിടുന്നില്ല. മാതാപിതാക്കൾ, ജോയ് എന്ന് പറയുന്ന ജോയലിൻ്റെ പിതാവ് എത്രയോ വർഷങ്ങളായി ഈ നേതാക്കന്മാരുടെയൊക്കെ വീടുകളും ഓഫീസുകളും കയറി ഇറങ്ങി നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പലവട്ടം പോയി, ഓഫീസർമാരുടെ എല്ലാം എടുത്തു പോയി. ആരും അംഗീകരിക്കുന്നില്ല. ആരും ചെല്ലുമ്പോൾ എല്ലാവരും കേൾക്കും,
എല്ലാവർക്കും സഹാനുഭൂതി. പക്ഷേ പിറ്റേ ദിവസം അവരെല്ലാം പത്തി മടക്കുകയാണ്. എന്താണ് കാരണം? ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഇതാണ് ലോകത്തിന് അറിയേണ്ടത്. നമ്മുടെ ജില്ലയിൽ, പത്തനംതിട്ടയിൽ നിരവധി കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ടയിലെ അഭിഭാഷകൻ പ്രശാന്ത് കുറുപ്പിനെ പോലും 14 കേസുകളായക്കെതിരെ ചാർജ് ചെയ്തു. ആ 14 കേസുകളിൽ 13 കോടതി തെളിവില്ലെന്ന് തള്ളിക്കളഞ്ഞു, കള്ളമാണെന്ന് തള്ളിക്കളഞ്ഞു. വിജയൻ ആചാര്യ എന്ന സ്വർണ്ണ വ്യാപാരി, ചെറുകിട വ്യാപാരി, അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു. ഈ സംസ്ഥാനത്ത് കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലുള്ള മുഴുവൻ മോഷണ കേസുകളും അദ്ദേഹത്തിന് ചുമലിൽ വെച്ച് കെട്ടിക്കൊടുത്തു. ഈ ഓഫീസർമാരെല്ലാം ആരുടെ പ്രേരണയിലാണ് ഇവിടെ വിലസുന്നത്? പത്തനംതിട്ട ജില്ലയിൽ ലഹരി മാഫിയ സംഘത്തോട് CPM-നുള്ള ബന്ധം ഇപ്പോൾ തന്നെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഈ കസ്റ്റഡി അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന പോലീസുകാർ തമ്മിലുള്ള നെക്സസ് പത്തനംതിട്ട ജില്ലയിൽ വ്യാപകമാണ്. ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം, ശക്തമായ നടപടി വേണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാറുള്ളത്.